ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് രണ്ടാമത്തെ വീഡിയോ യൂട്യൂബിലിടുന്നേ. സോ ഇന്ന് എനിക്ക് രാവിലെ കുറച്ച് പനിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഹോസ്പിറ്റലൊക്കെ പോയി മരുന്നൊക്കെ കഴിച്ച് കുഴപ്പമില്ല, ഇപ്പം ഓക്കെയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് അപ്പം എൻ്റെ കയ്യിൽ മൈക്കും കാര്യങ്ങളൊന്നുമില്ല, അപ്പം വോയിസ് കുറച്ച് കുറവായിരിക്കും. ഐ ആം എക്സ്ട്രീംലി സോറി ഫോർ ദാറ്റ്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് സാധനങ്ങൾ ഞാൻ പരിചയപ്പെടുത്തുവാണ്. അപ്പം അത് നമ്മുടെ ലൈഫിൽ ഹെൽപ്ഫുൾ ആണോ, അതോ നമ്മുടെ ലൈഫിൽ അത് വേണോ വേണ്ടയോ എന്നുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നതാണ് ഇതാ നമ്മളെ പ്ലാസ്റ്റിക് സ്ക്രബ്ബർ. സോ നമ്മൾ പ്ലാസ്റ്റിക് സ്ക്രബ്ബർ ഓക്കെ അല്ലേ, സ്ക്രബ്ബർ. അപ്പം അത് നമ്മൾക്ക് യൂസ്ഫുൾ ആണോ അല്ലയോ എന്നുള്ളതാണ്. സോ എല്ലാവരും ഭയങ്കര തേച്ചൊരച്ച് കുളിക്കുന്ന ഒരു ശീലമായിരിക്കും പണ്ടോട്ടേ ഉള്ളത്. സോ ഇങ്ങനെ ഈ ഒരു പ്ലാസ്റ്റിക് സ്ക്രബ്ബർ കൊണ്ട് തേച്ചൊരച്ച് കുളിച്ചാലുള്ള ദോഷം ഭയങ്കര വലുതാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിന് ഓൾറെഡി ഒരു നാച്ചുറൽ ഓയിലുണ്ട്, ഒരു മോയ്സ്ചറൈസർ കണ്ടൻറ്റ് നമ്മുടെ സ്കിന്നിൽ ഓൾറെഡി ഉണ്ട്. സോ ഇത് ഉപയോഗിച്ച് ഒരച്ചൊരച്ച് കുളിച്ചാലുള്ള ഗുണമെന്ന് വെച്ചാൽ, ഗുണമല്ല ദോഷമെന്ന് വെച്ചാൽ, ആ ഒരു ഓയിൽ മോയ്സ്ചർ കണ്ടൻ്റ് എല്ലാം നമ്മുടെ സ്കിന്നിൽ നിന്ന് ഫുള്ളായിട്ട് പോകുന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഭയങ്കര ഹെവി ആയിട്ടുള്ള റാഷസും അതണക്ക് നമ്മുടെ സ്കിന്നിനകത്ത് ഹൈപ്പറായിട്ടുള്ള പിഗ്മെൻറ്റേഷനൊക്കെ വരാനും, പിന്നെ ഈ ബോഡി ആക്നെയൊക്കെ ഉള്ളവരായിരിക്കുമല്ലോ, ഇല്ലാത്തവരുണ്ട് ഉള്ളവരുണ്ട്. സോ ഉള്ളവരാണെങ്കിൽ അത് കൂടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ഇങ്ങനെയുള്ള സ്ക്രബ്ബറൊക്കെ യൂസ് ചെയ്താലും. അപ്പോൾ അത് നമ്മുടെ അവോയ്ഡ് ചെയ്യേണ്ടുള്ള ഫസ്റ്റ് ഒരു കാര്യമാണ് നമ്മുടെ ലൈഫിൽ നിന്ന് തന്നെ അത് അവോയ്ഡ് ചെയ്ത് കളയുക. പിന്നെ ഏറ്റവും കൂടുതൽ തേച്ചുരച്ച് കുളിച്ചേ പറ്റും എന്നുള്ളവരാണെങ്കിൽ നമുക്ക് ഓർഗാനിക് ആയിട്ടുള്ള സ്ക്രബ്ബേഴ്സ് അവൈലബിൾ ആണ്. ഇവിടെ കാണിക്കാം, ഓർഗാനിക് ആയിട്ടുള്ള സ്ക്രബ്ബേഴ്സൊക്കെ അവൈലബിൾ ആണ്. സോ അത് ഉപയോഗിക്കുകയാണെങ്കിൽ, നാച്ചുറലായിട്ടുള്ളൊരു സ്ക്രബ്ബർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നകത്തുള്ള ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടാനും, പിന്നെ നമുക്ക് ഒരുപാട് ഹാർഷല്ല നമ്മുടെ സ്കിന്നിനകത്ത്, അപ്പോൾ അത് ഹെൽപ്ഫുള്ളായിരിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇതാ മോയ്സ്ചറൈസർ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഡോട്ട് ആൻഡ് കീയുടെ 5 സെറാമിക് മോയ്സ്ചറൈസറാണ്. എനിക്ക് ഈ വേനലായാലും കുറച്ച് ഈ മൂക്കിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് പൊട്ടുന്ന ഒരു ഇതുണ്ടായിരുന്നു. ഈ മൂക്കിൻ്റെ ആയാലും ഈ വായുടെ സൈഡായാലും പൊട്ടുമായിരുന്നു. കാരണം എനിക്ക് ഭയങ്കര എക്സ്ട്രീമിലി ഒരു ഡ്രൈ സ്കിന്നുള്ള കൂട്ടത്തിലായിരുന്നു. സോ ഇപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് എനിക്കത് നല്ല മാറ്റമുണ്ട്. സോ ഞാൻ പറയാൻ വരുന്നത്, ഇപ്പോൾ ഞാൻ ഹോസ്റ്റലിൽ നിന്ന ഒരാളാണ്. സോ രാവിലെ എഴുന്നേറ്റ്, ഇപ്പം നമുക്ക് ഞായറാഴ്ചയൊക്കെ ക്ലാസ് കാണത്തില്ല. സോ രാവിലെ എഴുന്നേൽക്കുന്നത് പോലും നമുക്കൊരു 9 മണിക്കൊക്കെ ആയിരിക്കും. കാരണം എന്ന് വെച്ചാൽ ആ സമയമാണ് നമുക്ക് ഉറങ്ങാൻ കുറച്ച് സമയം കിട്ടുന്നത്. സോ ആ സമയമൊക്കെ എഴുന്നേൽക്കുമ്പം തന്നെ നമ്മുടെ ഫേസൊക്കെ ഭയങ്കര മടിയായിരിക്കും. അയ്യോ, കാരണം 10 മണിക്ക് മെസ്സ് അടയ്ക്കും, അപ്പം അതിന് മുന്നേ പോയി ഫുഡ് കഴിക്കണം. അപ്പം ഭയങ്കര മടിയായിരിക്കും നമുക്ക് ഫേസൊക്കെ കഴുകി ഒക്കെ പോവാൻ. അപ്പം പെട്ടെന്ന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഫ്രഷായിട്ട് പോവാറാണ് പതിവ്. പിന്നെ വന്നിട്ട് അങ്ങ് പിന്നെയും ക്ഷീണമായിരിക്കും, ചിലപ്പോൾ പഠിക്കാനുള്ളതൊക്കെ പഠിക്കും. അപ്പോൾ ഈ മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞൊരു കാര്യമൊന്നും ഫേസിൽ ഇടാറില്ല. സത്യത്തിൽ അതിനുള്ള ടൈം ഇല്ല, പിന്നെ മടിയുമാണ്. പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യമെന്ന് വെച്ചാൽ, കറക്റ്റായിട്ട് നമ്മൾ സ്കിന്നിന് മോയ്സ്ചറൈസർ ചെയ്യണം. കാരണം നമ്മുടെ സ്കിന്നകത്തുള്ള ഒരു വാട്ടർ കണ്ടൻറ്റ് അല്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസർ കണ്ടൻറ്റ് നിലനിർത്തണമെങ്കിൽ ഉറപ്പായിട്ട് ഈ മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞൊരു കാര്യം നമ്മൾ ചെയ്തേ പറ്റൂ. അതാണ് സെക്കൻഡ് കാര്യം എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് 5 സെറാമിക് മോയ്സ്ചറൈസർ ആണ്. ആക്ച്വലി ഇതിനൊരു 300 സംതിങ് ആണ് ഇതിൻ്റെ പ്രൈസ്. അപ്പം ഇതിൻ്റെ MRP ആക്ച്വലി 395 ആണ്. എനിക്കത് ഓഫറിൽ കിട്ടിയതാണ്, നൈക്കാന്ന് ഞാൻ പർച്ചേസ് ചെയ്തതാണ്. സോ എന്താ പറയാൻ വന്നതെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മുടെ സ്കിന്നിനകത്തൊരു മോയ്സ്ചർ കണ്ടൻ്റ് ഉണ്ട്. അത് ആക്ച്വലി അങ്ങനെ നിലനിർത്തണമെങ്കിൽ നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഹോസ്റ്റലിലുള്ള ആൾക്കാരായാലും വീട്ടിൽ നിൽക്കുന്ന ആയാലും നമ്മൾ രാവിലെ മസ്റ്റായിട്ടൊരു ഫേസ് വാഷ് യൂസ് ചെയ്ത് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഈ ഒരു മോയ്സ്ചറൈസർ ഇടണം. അത് മസ്റ്റാണ്. ഇനി മൂന്നാമത്തെ കാര്യം സൺസ്ക്രീനാണ്. ഇപ്പം എല്ലാവരും ചോദിക്കും, വീട്ടിൽ നിൽക്കുമല്ലേ സൺസ്ക്രീൻ എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കും. പക്ഷേ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, വീട്ടിൽ നിൽക്കുമ്പോഴായാലും നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്താൽ
ഭയങ്കര ഹെൽപ്ഫുള്ളാണെന്നുള്ളതാണ്. കാരണം എല്ലാവർക്കും ഉള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ ഫേസിൽ ടാൻ വരുന്നു എന്നുള്ളൊരു കാര്യമാണ്. സോ വീട്ടിൽ നിൽക്കുമ്പോഴായാലും നമുക്ക് ടാൻ വരും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ജനലിൻ്റെ അടുത്തായാലും ഒക്കെ സൂര്യൻ്റെ രശ്മികൾ ഇങ്ങനെ നമ്മുടെ ഫേസിലേക്ക് അടിച്ചുകൊണ്ടിരിക്കും. സോ അതൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ SPF 30 എങ്കിലും നമ്മൾ വീട്ടിൽ നിൽക്കുമ്പം യൂസ് ചെയ്യണം. ഞാനിവിടെ എടുത്തിട്ടുള്ള അക്വാജലിക്കാട ഗ്ലോ സൺസ്ക്രീനാണ്. വിറ്റാമിൻ സിയും പപ്പായയുടെ എക്സ്ട്രാക്റ്റും ഉള്ളതാണ്. നല്ല സൺസ്ക്രീനാണ്. നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പം ഇങ്ങനൊരു സാധനം അപ്ലൈ ചെയ്തു എന്ന് അറിയാൻ പറ്റത്തില്ല. അത് അടിപൊളി ഒരു സൺസ്ക്രീൻ തന്നെയാണ്. പിന്നെ ടാനിങ് ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഒഴിവാക്കാൻ പറ്റും. ഇപ്പം ഞാൻ അന്ന് ഹോസ്റ്റലിൽ നിന്ന് ആ ഒരു സമയത്തൊന്നും ഞാനിങ്ങനെ സൺസ്ക്രീനൊന്നും യൂസ് ചെയ്യത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ച് അങ്ങനെ വലിയ അറിവൊന്നുമില്ല. പക്ഷെ ഇപ്പം സൺസ്ക്രീൻ മസ്റ്റായിട്ട് എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. അന്ന് സമയവും ഇല്ല. പിന്നെ ആണെങ്കിൽ ഹോസ്റ്റലിൻ്റെ അടുത്ത് തന്നെയാണ് കോളേജ്. അപ്പം ജസ്റ്റ് വരിക അങ്ങനെയുള്ളതാണ്. അപ്പം ജസ്റ്റ് വല്ലപ്പോഴൊക്കെ സൺസ്ക്രീൻ ഇടും. ചിലപ്പം ഇടാത്ത ഒരു സമയം ഉണ്ടാവും. അപ്പം നമ്മുടെ സൺസ്ക്രീൻ മസ്റ്റായിട്ടും വേണം നമുക്ക്. പിന്നെ 4ാമത്തെ കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും ചോദിക്കാറുണ്ട് രാത്രിയിൽ സൺസ്ക്രീൻ ഇടണോ ഒന്ന് ചോദിക്കാറുണ്ട്. ആക്ച്വലി എൻ്റെ ഒരു ഇതിൽ വേണ്ട, സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒരു നൈറ്റ് ക്രീം യൂസ് ചെയ്താൽ മതി. ബട്ട് നമ്മളിപ്പം നൈറ്റൊക്കെ ഷിഫ്റ്റ് ഉള്ളവരായിരിക്കുമല്ലോ ഓഫീസിലൊക്കെ. അപ്പോൾ ഒരുപാട് ലാപ്ടോപ്പിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്നവരായിരിക്കും. അല്ലെങ്കിൽ ഓവറായിട്ട് ഇപ്പം നമുക്ക് ആർട്ടിസ്റ്റുകളാണ് അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഭയങ്കരമായിട്ട് ലൈറ്റിൻ്റെ പ്രകാശം നമ്മളെ ഫേസിൽ വന്നടിക്കും. അപ്പോൾ നമുക്ക് ഈ നൈറ്റ് വർക്ക് ഉള്ളവർക്കായാലും ഈ ലാപ്ടോപ്പ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നന്നായിട്ട് ആ ഒരു ലൈറ്റ് വന്ന് നമ്മുടെ ഫേസിലടിക്കും. ഒരു സ്ക്രീൻ ടൈം കൂടുതലായിരിക്കും. സോ അങ്ങനെയുള്ളവർ മസ്റ്റായിട്ടും ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ ഈ ലാപ്ടോപ്പിൽ നിന്നുള്ളയാലും സ്ക്രീൻ ടൈം കൂടുതലാകുമ്പോൾ അതിൽ നിന്നുള്ള റേസ് നമ്മുടെ ഫേസിന് ബാഡായിട്ടായിരിക്കും എഫക്റ്റ് ചെയ്യുന്നത്. സോ ഏതെങ്കിലും ഒരു നൈറ്റ് ക്രീമോ അല്ലെങ്കിൽ ഒരു സൺസ്ക്രീനോ മസ്റ്റായിട്ട് അങ്ങനെയുള്ളവർ യൂസ് ചെയ്യണം. അല്ലാത്തവർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു സിറം എല്ലാവർക്കും യൂസ് ചെയ്യണോ? വേണ്ട. അതൊക്കെ നമ്മുടെ കൺസേൺ അനുസരിച്ചാണ്. സിറം അങ്ങനെ യൂസ് ചെയ്തില്ലേലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇപ്പം ഒരു ഡൾ സ്കിൻ ഉള്ളവരാണ് എനിക്ക് സിറം യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു വിറ്റാമിൻ സിയുടെ ഒരു സിറം യൂസ് ചെയ്യാം. അപ്പോൾ ഓരോ കൺസേൺ അനുസരിച്ചാണ്. ഇപ്പോൾ എല്ലാ സിറവും കൂടെ വാരി തേക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ ഫേസിനും സ്കിന്നിൻ്റെ കൺസേൺ അനുസരിച്ചാണ് നമ്മൾ സിറം യൂസ് ചെയ്യേണ്ടുള്ളത്. ഇപ്പോൾ പറഞ്ഞാൽ നമുക്ക് ഡള്ളായിട്ടുള്ളൊരു സ്കിന്നാണ്, നമുക്ക് കുറച്ച് ഗ്ലോ ബ്രൈറ്റ്നെസ് ആണ് നമ്മുടെ സ്കിന്നിന് ആവശ്യമെങ്കിൽ നമുക്കൊരു വിറ്റാമിൻ സിയുടെ ഒരു സൺസ്ക്രീൻ സിറം നമ്മൾ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. പിന്നെ നമുക്ക് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഒക്കെ ഉള്ളവരാണ് നമ്മുടെ ഫേസിലെങ്കിൽ നമുക്ക് കോജിക് ആസിഡ് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. ഇപ്പോൾ നമുക്ക് നൈറ്റ് ക്രീമൊക്കെ ഉണ്ട് അവൈലബിൾ. സോ അത് യൂസ് ചെയ്താൽ നമുക്ക് നൈറ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. പിന്നെ നമുക്ക് ഈ വ്രിങ്കിൾസും ഒക്കെ ഉള്ളവരാണെങ്കിൽ 24 ഏജ് കഴിഞ്ഞവരാണെങ്കിൽ മാത്രം റെറ്റിനോൾ സിറം നമുക്ക് യൂസ് ചെയ്ത് നോക്കാം. പിന്നെ എല്ലാ സിറം നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഇപ്പം എനിക്ക് പെട്ടെന്ന് വെളുത്ത് പാറിയേ പറ്റുമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഹൈപ്പറായിട്ടുള്ളൊരു കണ്ടൻറ്റുള്ള പെർസെൻറ്റേജ് ഉള്ള സിറം ഒന്നും യൂസ് ചെയ്യരുത്. ഫസ്റ്റ് നമ്മൾ ബിഗിനേഴ്സ് ആണെങ്കിൽ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സിറം മാത്രം നമുക്ക് യൂസ് ചെയ്താൽ മതി. അപ്പോൾ അതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മുടെ മസ്റ്റായിട്ട് നമുക്ക് അവോയ്ഡ് ചെയ്യേണ്ടുള്ളൊരു കാര്യമാണ് ഇതുപോലുള്ള നമുക്ക് അവോയ്ഡ് ചെയ്യണം. കാരണം നമ്മുടെ സ്കിന്നിന് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. അപ്പോൾ ബോയ്സിൻ്റെ കാര്യം പറഞ്ഞാൽ മുഖത്ത് പോലിട്ട് ഉരയ്ക്കുന്ന ഒരു അവസ്ഥയാണ്. സോ അങ്ങനൊന്നും ചെയ്യരുത്. ബാഡായിട്ട് നമ്മുടെ സ്കിന്നിന് എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം അങ്ങനൊന്നും ചെയ്യരുത്. അപ്പം ഓരോരുത്തരുടെ കൺസേൺ അനുസരിച്ച് ഒരു മോയ്സ്ചറൈസറും സൺസ്ക്രീനും അതുപോലെ തന്നെ ഒരു ഫേസ് വാഷും മസ്റ്റായിട്ട് വേണം. പിന്നെ സിറം അപ്ലൈ ചെയ്യാൻ അത്രയ്ക്ക് ഇതാണെങ്കിൽ അത് അപ്ലൈ ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. സിറം നല്ലതാണ്. ഒരു വിറ്റാമിൻ സി ഇപ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഒരു ചെറിയ പെർസെൻറ്റേജിൽ വിറ്റാമിൻ സി സിറമാണ് യൂസ് ചെയ്യുന്നത് നല്ലത്. ഇപ്പോൾ S&Mൻ്റെ ഒരു വിറ്റാമിൻ ബ്രൈറ്റ്നസ്സിൻ്റെ സിറമാണ് നല്ലതാണ് ഈ ഒരു സിറം എന്ന് പറയുന്നത്. കാരണം ഞാനിതിൻ്റെ 3 ബോട്ടിൽസ് യൂസ് ചെയ്തു. എനിക്ക് അത്യാവശ്യം നമ്മുടെ മുഖത്തിൽ ഡൾനെസ് ഒക്കെ ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഹോസ്റ്റലിലൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ
സൺസ്ക്രീൻ ഒന്ന് യൂസ് ചെയ്തപ്പോൾ ഡൾനെസ് ഒക്കെ ഉണ്ടായിരുന്നു. സോ എനിക്ക് അതൊക്കെ ഭയങ്കരമായിട്ട് മാറി. സോ അതൊക്കെ യൂസ് ചെയ്ത് ഇപ്പോൾ എൻ്റെ അമ്മ ഇതിൻ്റെ ഒരു ഇതിൻ്റെ തന്നെ റെറ്റിനോളിൻ്റെ ഒരു സിറം യൂസ് ചെയ്യുന്നുണ്ട്. സോ നല്ലതാണ്. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലും അത് കണക്കന്നെ ലൈഫിൽ പ്രാക്ടിക്കലാക്കുക. സോ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇനി ഇതുപോലുള്ള കണ്ടൻറ്റ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഇനി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ അപ്പോൾ ഓക്കെ ഉള്ളൂ. ബൈ ബൈ.